എല്ലാവർക്കും കാണും എന്തെങ്കിലും ഒരു കഴിവ്. അത്തരത്തിൽ കഴിവ് തിരിച്ചറിഞ്ഞവർക്ക് അത് പ്രകടിപ്പിക്കാൻ ഒരു പ്രതിസന്ധിയും തടസ്സമാകില്ല. പ്രതിസന്ധികളെ വരച്ചു തോൽപ്പിച്ച ഒരു കൂട്ടം ഭിന്നശേഷിക്കാരുടെ ചിത്രങ്ങൾ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ വിസ്മയമാവുകയാണ്. ഈ കാണുന്നതൊന്നും വെറും ചിത്രങ്ങളല്ല, സ്വപ്നത്തിന്റെ ചായം ചാലിച്ചുകൊണ്ട് ഇവർ വരച്ച സ്വപ്ന ചിത്രങ്ങളാണ്. ഒരേ മനസ്സുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്നൊരുക്കിയ ചിത്ര പ്രദർശനം. ശാരീരിക പരിമിതികളുണ്ട്, എന്നാൽ കലയ്ക്ക് ഇതൊന്നും തടസ്സമേ അല്ല. അതാണ് ഈ ചിത്രങ്ങൾ മുന്നോട്ട് വെക്കുന്ന സന്ദേശവും. ഒരു കൂട്ടം സുഹൃത്തുക്കളാണ് ഭിന്നശേഷിക്കാർക്കായി ഡ്രീംസ് ഓഫ് ഹസ് എന്ന കൂട്ടായ്മ രൂപീകരിച്ചത്. ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പ്രദർശനം നടക്കുന്നത്. നമ്മൾ ഡ്രീം ഓഫ് ഹസ് എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ഒരു പ്രൊജക്റ്റാണ് സ്വപ്നചിത്ര എന്ന് പറയുന്നത്. സ്വപ്നചിത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നെപ്പോലുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലുമുള്ള കലാകാരന്മാരുടെ ചിത്രങ്ങളാണ് നമ്മളിവിടെ ആർട്ട് ഗാലറിയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. തങ്ങൾ വരച്ച ചിത്രങ്ങളിലേക്ക് കണ്ണിമ വെട്ടാതെയുള്ള ആ നോട്ടം, അതിനൊരു പ്രത്യേകതയുണ്ട്. കണ്ണുകളിൽ ഒരേ സമയം സന്തോഷവും അഭിമാനവും മിന്നിമാറുന്ന നിമിഷമാണത്. എക്സിബിഷനിൽ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പണ്ടൊന്നിലെ വർക്ക് ചെയ്യായിരുന്നു, ഇപ്പോൾ ഒരു 4 വർഷമായി ഫുള്ള് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ വന്നപ്പം സുധേ സാർ പറഞ്ഞ സെയിലായിട്ടുണ്ട്, അപ്പം പെട്ടെന്നൊരു സന്തോഷം തോന്നി. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഡ്രീംസ് ഓഫ് ഹസ് ഒരുക്കുന്ന 4ാമത് ചിത്ര പ്രദർശനമാണിത്. ഇത്തവണ 121 കലാകാരന്മാർ വരച്ച 131 ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. ഓരോ വർഷവും കൂടുതൽ മനോഹരമായ ചിത്രങ്ങൾ കാഴ്ചക്കാർക്കായി ഒരുക്കണമെന്നാണ് ഡ്രീംസ് ഓഫ് ഹസിന്റെ ആഗ്രഹം. സ്വപ്നം കണ്ടു മാത്രം ഇരുന്നവരല്ല, സ്വന്തം കഴിവ് കണ്ടെത്തി ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയവരാണിവർ. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.